ദുബായിലത്തെ ലിവിങ് എക്സ്പെൻസ് എത്രയാണ് എന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. കപ്പിളായിട്ട് യു എയിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ബാച്ചിലേഴ്സ് ജോലിക്ക് വേണ്ടി ദുബായിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കണം, അങ്ങനെ കുറേ പേരുടെ മെസ്സേജസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി യെസ് ഓഫ് കോഴ്സ് കുറേ പേർക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തുകൂടാ എന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ദുബായിൽ കപ്പിളായിട്ട് അല്ലെങ്കിൽ ബാച്ചിലറായിട്ട് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ഒരു മാസം വേണ്ടി വരും എന്നുള്ളത് നമ്മളുടെ എക്സ്പീരിയൻസ്, ഒന്നുകൂടി പറയണു, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടും. 100% നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവണം എന്നില്ല. ഇതിൽ കൂടുതൽ എമൗണ്ടിൽ യു എയിൽ ജീവിക്കുന്നവരും ഉണ്ട്, ഇതിനേക്കാൾ വളരെ കുറവ് എമൗണ്ടിൽ യു എയിൽ ജീവിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഒരു കംഫർട്ടബിൾ ലൈഫ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് യു എയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾക്കൊരു മാസം ചെലവ് വരും എന്നുള്ളതാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കപ്പിൾസിൻ്റെ ആണ് പറഞ്ഞു പോകുന്നത്. ഒരു ഹസ്ബൻഡും വൈഫും അടങ്ങുന്ന ഒരു കുടുംബത്തിന് യു എയിൽ ജീവിക്കാനുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ ആദ്യം പറയുക. ഇതിൻ്റെ അവസാനമായിരിക്കും ബാച്ചിലേഴ്സിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത്. സോ കീപ് വാച്ചിങ് ഗൈസ്. ദുബായിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്. അക്കോമഡേഷന് വേണ്ടിയിട്ട് ഒരു മാസം ഇപ്പം നമ്മൾ താമസിച്ചിരുന്നത് JVC എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജുമേറ വില്ലേജ് സർക്കിൾ, ആ ഒരു ഏരിയയിലൊക്കെ ഒരു മാസം 4200 ദിറംസിൻ്റെ അടുത്താണ് വരുന്നത്. ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്ത്യൻ എമൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കാണാൻ പറ്റും സ്ക്രീനിൻ്റെ അകത്ത്. ഇത് വാരി ചെയ്തുകൊണ്ടിരിക്കും ലൊക്കേഷൻ ടു ലൊക്കേഷൻ. ഇതിനേക്കാൾ കുറവിന് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റാവുന്ന ഏരിയാസ് ഉണ്ട് ദുബായിൽ. ഇപ്പോൾ ഷാർജ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ മന്ത്ലി ഒരു 2500 ദിറംസ് ഒക്കെ മുതൽ നിങ്ങൾക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താമസിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ജോലി ഷാർജയിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് എല്ലാ ദിവസവും കമ്മ്യൂട്ട് ചെയ്ത് ഷാർജയിലേക്ക് പോകേണ്ടി വരും. അതിന് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസും സംഭവം വരും. ചിലപ്പോൾ ട്രാഫിക്കിൽ കുറച്ചധികം നിൽക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ദുബായിയുടെ അകത്ത് നിങ്ങൾ താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 4200 ദിറംസിൻ്റെ അടുത്തായിരിക്കും റെൻറ്റ് വരുന്നത്. JVC ഏരിയയിൽ നിങ്ങൾക്ക് ദുബായിൽ ഇതുപോലെ തന്നെ ഷെയറിങ് അക്കോമഡേഷൻ കിട്ടും. അതായത് ഒരു ഫ്ലാറ്റ് 2-3 ബെഡ്റൂമുള്ള ഫ്ലാറ്റ് ആയിരിക്കും. അതിലെ ഒരു ബെഡ്റൂം ചിലപ്പോൾ ഓണർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ബാക്കി 2 ബെഡ്റൂം ചിലപ്പോൾ വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം അവർ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്കൊരു ബെഡ്റൂം മാത്രമായിട്ട് എടുക്കാം. അതിന് ചിലപ്പോൾ അറൗണ്ട് ഒരു 2500-2600 ദിറംസിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത്, നമ്മളിങ്ങനെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റായിട്ട് എടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിസിറ്റിയും വെള്ളവും, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 സംഭവങ്ങളും വരും. ഇതിന് ഏകദേശം മന്ത്ലി വരുന്നതെന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് ഫാമിലി ടു ഫാമിലി, ഇത് വാരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും അപ്രോക്സിമേറ്റ്ലി ഇതിൽ കുടിവെള്ളം ഇല്ല കേട്ടോ, ടാപ്പ് വാട്ടറും കുളിക്കാനും ബാക്കി പർപ്പസിന് വേണ്ടിയുള്ള വെള്ളവും പിന്നെ ഇലക്ട്രിസിറ്റിയുമാണ് വരുന്നത്. അത് ഏകദേശം ഒരു 450-400 റേഞ്ചിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചില ടൈമിൽ അതൊരു 300 റേഞ്ചിലേക്കൊക്കെ എത്താം. കാരണം AC-യുടെ യൂസേജ് ഒക്കെ അനുസരിച്ചിരിക്കും. ചില ബിൽഡിങ്ങിൽ AC അടക്കമായിരിക്കും നിങ്ങൾ റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ AC-ക്ക് സെപ്പറേറ്റ് ചാർജ് വരില്ല. അല്ല എന്നുണ്ടെങ്കിൽ AC-യുടെ ചാർജും ഇതിൽ ഇൻക്ലൂഡ് ആവും. എന്നാലും ഒരു അപ്രോക്സിമേറ്റ്ലി 400-450 ദിറംസിൻ്റെ അടുത്തായിരിക്കും വരുന്നത്. ബട്ട് AC സെപ്പറേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ AC-യുടെ ചാർജ് നല്ലൊരു എമൗണ്ട് തന്നെ വരും എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് നമ്മൾ പക്ഷേ എല്ലാ ബിൽഡിങ്ങിലും AC ഇൻക്ലൂഡഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. റെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും ഉണ്ടാവുക. അത് കാരണം അതിൻ്റെ ചാർജ് ദൈവാനുഗ്രഹം കൊണ്ട് വന്നിട്ടില്ല. പിന്നെ വരുന്നത് ഗ്യാസ് ആണ്. അവിടെ പൈപ്പ് കണക്ഷൻ, പൈപ്പായിട്ട് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വരുന്ന ഗ്യാസും ഉണ്ട്, ഗ്യാസ് സിലിണ്ടറും വരുന്നുണ്ട്. ഈ 2 ഓപ്ഷൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മൾ 2 ഓപ്ഷനിലും നമ്മൾ നിന്നിട്ടുണ്ട്. എന്നാലും അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1.5 മാസം 2 മാസമൊക്കെ, വലിയ കുറ്റിയാണെങ്കിൽ 3 മാസം വരെയൊക്കെ നിൽക്കും. പല ടൈപ്പ് കുറ്റികളുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ എന്നാലും അപ്രോക്സിമേറ്റ്ലി ഒരു മന്ത്ലി നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു 60 ദിറംസിൻ്റെ അടുത്തൊക്കെ നമുക്ക് മന്ത്ലി വരുള്ളൂ ഗ്യാസിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. മറ്റേ പൈപ്പ് കണക്ഷൻ ആണെങ്കിൽ കുറച്ചുകൂടി കൂടും. എന്നാലും നിങ്ങളൊരു 60 പിടിച്ചാൽ മതി. പിന്നെ വരുന്നത് വൈഫൈയുടെ പല പാക്കേജുകളും അവിടെ അവൈലബിൾ ആണ്. നാട്ടിലത്തേക്കാളും ഫാർ എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ വൈഫൈ എന്ന് പറയുന്നത്. നാട്ടിൽ നമ്മളോട് എടുത്തിരിക്കുന്നത് 450 രൂപയുടെ വൈഫൈ ആണ്. പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്നത് 315 ദിറംസ്, 320 ദിറംസ്, അതിൻ്റെ അടുത്താണ് ഇവിടെ വൈഫൈക്ക് ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വൈഫൈ കണക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ബില്ല്, അതായത് ഫ്രീ ആയിട്ട് ഒരു വൈഫൈ തരും, കോംപ്ലിമെൻ്ററി ഓഫർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു വർഷത്തേക്ക് എടുത്താലും
ചിലപ്പോൾ കിട്ടുക 1 വർഷം 2 മാസത്തേക്കൊക്കെ, അല്ലെങ്കിൽ 1 വർഷം 1 മാസം, അങ്ങനെ എന്തൊക്കെയോ ഓഫറുകളുണ്ട്. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഓഫറിൽ എടുക്കുകയാണെങ്കിൽ ഈ 315 ദിറംസ് എന്ന് പറയുന്നത് എല്ലാ മാസവും പ്ലസ് 1 മന്ത് ഫ്രീയും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി എടുക്കാൻ നോക്കാം. പിന്നെ വരുന്നത് സിം കാർഡ് ആക്ച്വലി എനിക്ക് കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് കാരണം അതിൻ്റെ അകത്ത് ഡാറ്റ ഓൾറെഡി ഉണ്ടായിരുന്നു. കോൾസ് എനിക്ക് എത്രയെങ്ങാണ്ട് എമൗണ്ട് വരെ ഫ്രീ ആയിരുന്നു. അത് കാരണം ഞാനൊരു 100 ദിറംസിൻ്റെ സിമ്മാണ് എടുത്തത്. അത്യാവശ്യം കാര്യങ്ങളും പരിപാടികളൊക്കെ ആ 100 ദിറംസിൻ്റെ സിമ്മിൽ നടക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്, കമ്പനിയിൽ നിന്ന് സിം തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 100 ദിറംസിൻ്റെ സിം എടുത്താൽ തന്നെ ധാരാളം. കാരണം പുറത്ത് പോകുമ്പോഴൊക്കെ എല്ലായിടത്തും വൈഫൈ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സീനുള്ളൂ. കയ്യിൽ വൈഫൈ ഉണ്ടെങ്കിലായിരിക്കും റോഡ് മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനേതെങ്കിലും കുറഞ്ഞ ഡാറ്റ പാക്കേജ് എടുക്കാനായിട്ട് നോക്കാം. ബട്ട് 100 ദിറംസ് ഈസ് ഇനഫ്. ഓക്കെ, പിന്നെ വരുന്നത് ഗ്രോസറി ആണ്. ഇത് പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പുകൾ, നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ ബ്രാൻഡഡ് ഐറ്റംസ് ആണോ, ഓഫർ ടൈമിലാണോ വാങ്ങുന്നത്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഈ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി കൂടുകയും കുറയുകയും ചെയ്യാം. ഇതിൻ്റെ നിങ്ങൾ ഷോപ്പ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ നിങ്ങൾ നെസസറി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല, അൺനെസസറി ആയിട്ട് കാണുന്ന എല്ലാ സാധനങ്ങളും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോസറി പ്രൈസ് വിൽ ഗോ ഹൈ. അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ഡൗൺ. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബട്ട് അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഓരോ ആഴ്ചയിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യാറ്. ഒരാഴ്ച ഇപ്പോൾ ശനിയോ ഞായറോ അവധിയുള്ളൊരു ദിവസം നമ്മൾ നേരെ ട്രോളി ആയിട്ട് ഷോപ്പിംഗ് മാളിൽ പോയി ട്രോളി എടുക്കുന്നു. അതിനുശേഷം നമ്മളെല്ലാം പർച്ചേസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഏകദേശം ആ ഒരു ദിവസം വരെ ഒരു 180 ദിറംസ്, അറൗണ്ട് 180-190 ദിറംസ് അതിനുള്ളിലാണ് മിക്കവാറും ഒതുങ്ങാറ്. ബട്ട് അത് ഡിപ്പെൻഡ്സ്. ഓരോരുത്തരും വാങ്ങിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളും അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ബട്ട് റഫ്ലി ഒരു 800 ദിറംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ടോ ഞാൻ പറയണേ, ലാവിഷായിട്ട് നമുക്കൊരു മാസം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അമ്മാതിരി സാധനങ്ങൾ കിട്ടും ഗൈസ്. ഞാൻ അവിടുത്തെ സാധനങ്ങൾ ആലോചിച്ച് പെട്ടെന്നൊന്ന് വെള്ളമിറക്കി പോയതാണ്. ചിക്കൻ വാങ്ങിക്കാം, മീൻ വാങ്ങിക്കാം, ബീഫോ മട്ടനോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. ഒക്കെ നമുക്ക് ഈ 800 ദിറംസിൽ ഒതുക്കാനായിട്ട് സാധിക്കും. പിന്നെ വാട്ട് ഓൾ തിങ്സ് യു നീഡ്, പരിപ്പ്, പയർ, ഉള്ളി, തക്കാളി, സവോള, വാട്ടർമെലൻ, അങ്ങനെ എല്ലാ സാധനം ഗ്രോസറി ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സോ ഒരു 800 ദിറംസ് നമുക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ മെയിൻലി വരുന്നത് ഫ്യൂവൽ ചാർജസ് ഉണ്ടാവും. നിങ്ങൾ കാറിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, അല്ല മെട്രോ ആണെന്നുണ്ടെങ്കിൽ മെട്രോ പാസ് ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ. അതല്ല നിങ്ങൾ ടാക്സിയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് വിൽ ബി ലിറ്റിൽ ഹയർ. ബട്ട് ഞാൻ ഈ റേഞ്ച് എടുത്തിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ കാർ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മൾ മെട്രോയിലായിരുന്നു പോയിരുന്നത്. മെട്രോയിലൊക്കെ പോയിരുന്ന സമയത്ത് ഒരു മാസം കൂടി വന്ന ഒരു 300 ദിറംസിൻ്റെ അടുത്ത് വരും എല്ലാ ദിവസവും മെട്രോയിൽ പോയി വരാനായിട്ട്. കാറൊക്കെ എടുത്തതിന് ശേഷം പെട്രോളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 500 ദിറം പിടിച്ചോ നിങ്ങൾ, 500 ദിറംസിൻ്റെ അടുത്ത് വരും. കാരണം അത് നമ്മൾ ഓഫീസിലേക്ക് മാത്രമായിരിക്കില്ല കാർ യൂസ് ചെയ്യുക, വേറെ എവിടേക്കെങ്കിലും വീക്കെൻഡിൽ പോകണമെങ്കിൽ നമ്മൾ കാർ യൂസ് ചെയ്യും. 550 എടുത്തോ കേസ്, അല്ലെങ്കിൽ 550 ദിറംസ് ഫ്യൂവലിന് വേണ്ടി എടുത്തോ. മെട്രോ ആണെന്നുണ്ടെങ്കിൽ ഒരു 300-350 ദിറംസ്. പിന്നെ വീക്കെൻഡൊക്കെ വരുമ്പോൾ ഒരു 400-450 ദിറംസ് ഒക്കെ മെട്രോയിലും പിടിച്ചോ, അത്രയും വരും. എന്നാലും 550 നമ്മൾ എടുക്കണം. പിന്നെ ഡൈനിങ് ഔട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, അത് നിങ്ങൾക്ക് അറിയാലോ, സിനിമ പരിപാടികൾ ഉണ്ടാവും, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന പരിപാടി ഉണ്ടാവും. ഈ 2 പരിപാടികൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 450 ദിറംസാണ് ഞാൻ ഈ എൻ്റർടൈൻമെൻറ്റ് കലാപരിപാടികൾക്ക് വേണ്ടി പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു സിനിമയ്ക്ക് പോകണം, നിങ്ങളുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരുപാട് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് ഉണ്ട് UAE. ബൈ 1 ഗെറ്റ് 1 ടിക്കറ്റ് ഫ്രീ കിട്ടും. അങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ചോദിച്ചു വാങ്ങാം, സിനിമ കാണാം. അപ്പോൾ ഒരാൾക്ക് 2 പേരുടെ പൈസയ്ക്ക് ഒരാളുടെ പൈസയ്ക്ക് 2 പേർക്ക് സിനിമ കാണാം. ഞാനും അങ്ങനെ യൂസ് ചെയ്തിരുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയോ വീക്കെൻഡിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്, ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ കേരള ടൈപ്പ് റെസ്റ്റോറൻറ്റൊക്കെ പോവുകയാണെങ്കിൽ ഒരു 50-60 ദിറംസ് 70 ദിറംസിനുള്ളിൽ നിങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടും. കുറച്ചുകൂടിയും ഹൈ സ്റ്റാൻഡേർഡ് കഫേ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 100-120-150 ദിറംസൊക്കെ വരും ബില്ല്. അപ്പോൾ എന്തായാലും ഞാൻ 450 ദിറംസാണ് ഇട്ടിട്ടുള്ളത് ഒരു ആഴ്ചയിലത്തെ എൻ്റർടൈൻമെൻറ്റ് കലാപരിപാടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 6875 ദിറംസിൻ്റെ അടുത്താണ് വരുന്നത്. ഇന്ത്യൻ റുപ്പീസിൽ നോക്കുകയാണെങ്കിൽ 1,78,000-1,79,000 രൂപ, അതിൻ്റെ അടുത്താണ് ഇന്ത്യൻ രൂപയുടെ അടുത്ത് വരുന്നത്. ഇത് കപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്, എക്സ്പെൻസുകളാണ് പറഞ്ഞത്. ഇതിനേക്കാൾ വളരെ കൂടുതൽ
എമൗണ്ടിൽ ജീവിക്കുന്ന കപ്പിൾസ് ഉണ്ട്. അവരവരുടെ സാലറി അനുസരിച്ച് വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി ഇതിനേക്കാൾ ഭയങ്കര കുറവായിട്ട് ജീവിക്കുന്നവരും ഉണ്ടാവും. വളരെ കുറവെന്ന് വെച്ചാൽ ഭയങ്കര വേരിയൻസിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നമ്മളെടുത്ത് 4200 റെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2500 രൂപ ഷെയറിങ് അക്കോമഡേഷൻ അല്ലെങ്കിൽ ഷാർജയിലോ അജ്മാനിലോ സ്റ്റുഡിയോയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. 2500 രൂപയായിരിക്കും അവർ റെൻറ്റിന് കൊടുക്കുന്നുണ്ടാവുക. അവരുടെ ഗ്രോസറിക്ക് ഇപ്പോൾ നമ്മൾ 800 രൂപ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ 400 രൂപ വരുന്നുണ്ടാവുമായിരിക്കുള്ളൂ. അപ്പോൾ പല സ്ഥലത്തും ഡീവിയേഷൻസ് വരും. ഈ ഒരു നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അപ്രോക്സ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഓക്കെ ഫൈൻ, എനിക്ക് ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് അക്കോമഡേഷൻ കിട്ടും 2500 മുതൽ എനിക്ക് 8000 വരെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരെയുള്ള അക്കോമഡേഷൻ കിട്ടും. എനിക്ക് ഗ്രോസറിക്ക് 400 ദിറംസ് തൊട്ട് എനിക്ക് ഒരു മാസത്തെ ചിലവ് ഒതുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏകദേശ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പേഴ്സ് പറയുന്നത്. ഇത് കൂടാതെ വേറെയും കുറച്ച് എക്സ്പെൻസസുകൾ വരും. അതെന്താണെന്ന് പറയണേക്കാൾ മുമ്പ് ബാച്ചിലേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് റൂം റെൻ്റ് ആയിരിക്കും. ഒരു 900 ദിറംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 900 ദിറംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാച്ചിലർ അക്കോമഡേഷൻ കിട്ടും. അതെന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റിൽ ഒരു ബെഡായിരിക്കും കിട്ടുക. ഒരു ഫ്ലാറ്റിൽ ഒരു റൂമിൽ ഒരു ബെഡ്, ഏകദേശം 4-5 ബെഡുകൾ വേറെ ഉണ്ടാവും. അതിലൊക്കെ വേറെ ആളുകളായിരിക്കും താമസിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ആ ബെഡിന് ഒപ്പം ഇലക്ട്രിസിറ്റി, വാട്ടർ, വൈഫൈ, ഇത്രയും സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ട് 900 ദിറംസിന് നിങ്ങൾക്ക് താമസിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അത് ഒരു 800 ദിറംസ്, 700 ദിറംസ്, 500 ആ റേഞ്ചിലുള്ളതും ഉണ്ട്. ഞാൻ പറയുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നതാണ് ഈ 900 ദിറംസ് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിനേക്കാൾ കുറച്ചുകൂടി പ്രീമിയം ലെവലിലുള്ളതും നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഒരു 1200, 1500 ആ ലെവലിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അഡീഷണൽ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഒരു റൂമിൽ 5 പേരെന്നുള്ളത് ചിലപ്പോൾ 2 പേരേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആ റൂമിന് സെപ്പറേറ്റ് ആയിട്ടൊരു വാഷ്റൂം ഉണ്ടാവും, കോമൺ വാഷ്റൂം ആയിരിക്കില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബാൽക്കണി ഉണ്ടാവും. അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ പാർട്ടീഷൻ റൂമുകൾ കിട്ടും. ചിലപ്പോൾ ഒരു 2000 ദിറംസ്, 1800-2000 ദിറംസ് ഒക്കെ കൊടുത്ത് പാർട്ടീഷൻ റൂം കിട്ടും. അതെന്ന് വെച്ചാൽ ഒരു റൂമിനെ തന്നെ ഒരു ജിപ്സം പാർട്ടീഷൻ വെച്ചിട്ട് 2 റൂം ആക്കിയിട്ടുണ്ടാവും. അതിൽ ഒരു റൂം ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. ചെറിയ സ്പേസ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ നിങ്ങളുടേതായൊരു ഏരിയ കിട്ടും. കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് എപ്പോഴും ബാച്ചിലേഴ്സ് ആയിട്ട് വരുമ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയർഡ് അക്കോമഡേഷനിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രത്യേകിച്ച് മലയാളികളുണ്ടെങ്കിൽ അവരുടെ കൂടെ, കാരണം നിങ്ങൾക്ക് കുറേ പേരെ പരിചയപ്പെടാൻ പറ്റും. അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് കിട്ടും. ഇപ്പോൾ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ വേറെ റെഫറൻസുകൾ കിട്ടും. കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇടുങ്ങിപ്പോവുക ആക്ച്വലി. പിന്നെ റൂമിൽ വന്നാലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. എനിക്കിപ്പോഴും എൻ്റെ ബാച്ചിലർ അക്കോമഡേഷൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് UAE. ഇറ്റ് വാസ് ഫൺ ഗൈസ്. 19 വയസ്സ് തൊട്ട് 60-65 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കൂടെ. ലൈഫ് വാസ് സ്മൂത്ത്. ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് എൻ്റർടൈനിങ്, സൂപ്പർ എൻ്റർടൈനിങ്. ഓക്കെ, അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ അക്കോമഡേഷൻ. പിന്നെ നിങ്ങൾക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്കൊരു 400 ദിറംസ് മെട്രോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വരും. ബട്ട് ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, എവിടെയാണോ ഓഫീസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബാച്ചിലർ അക്കോമഡേഷൻ എടുക്കുക. ഓഫീസിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ ബാച്ചിലറായിരുന്ന ഒരു വർഷം ഫുള്ള് എൻ്റെ ADCB ബാങ്കിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു അക്കോമഡേഷനിലാണ് ഞാൻ താമസിച്ചിരുന്നത്. റോഡ് ക്രോസ് ചെയ്യുക, ഓഫീസിൽ പോവുക, ഉച്ചയ്ക്ക് ചോറിനാൻ റൂമിൽ വരാം, ഉണ്ടതിന് ശേഷം വീണ്ടും ഓഫീസിൽ പോകാൻ നടക്കാനുള്ള ദൂരം. 10 പൈസ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ട ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. അപ്പോൾ ബാച്ചിലേഴ്സിന് സിറ്റിയുടെ അകത്തും അങ്ങനെയുള്ള അക്കോമഡേഷൻസ് കിട്ടും ഓഫീസിൻ്റെ അടുത്ത്. അത് ഏറ്റവും പ്രൈമറി ആയിട്ട് നിങ്ങളത് നോക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു 400 ദിറംസ് ഒക്കെ വെച്ചോ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഫുഡിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്, പുറത്തുനിന്ന് ഫുഡ് പരമാവധി ഒഴിവാക്കുക. റൂമിൽ മെസ്സ് പരിപാടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും അടിപൊളി. ഞങ്ങളുടെ റൂമിൽ മെസ്സ് പരിപാടി ഉണ്ടായിരുന്നു. ഒരു മാസം മാക്സിമം ഒരാൾക്ക് വന്നിരുന്ന ചിലവ് 400 ദിറംസിൻ്റെ അടുത്താണ്. അതിൽ രാവിലത്തെ ഉണ്ടാവില്ല, ഉച്ചക്കലത്തെയും രാത്രിത്തെയും ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ചിക്കൻ ഉണ്ടാവും ചില ദിവസം, മീനായിരിക്കും ചില ദിവസം, മട്ടൻ ഉണ്ടാവും ചില ദിവസം. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ നമ്മുടെ ഒരു ഷെഫ് വന്ന് ഉണ്ടാക്കി തരായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ടും നമുക്ക് 400 ദിറംസേ വന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് മെസ് മെമ്പർഷിപ്പ് എടുക്കാം. അതിന് എനിക്ക് തോന്നുന്നു 400-500 ദിറംസ് വരുന്നു തോന്നുന്നു. അത് ഒരു നേരത്തിന് ഇത്ര രൂപ, ചിലപ്പോൾ 150 ദിറംസിനായിരിക്കും നിങ്ങൾക്ക് ഒരു മാസം ഫുള്ള് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത്. ചിലപ്പോൾ 300 ദിറംസ് കൊടുത്താൽ 2 നേരത്തെ ഭക്ഷണം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. 600 ദിറംസ് കൊടുത്താൽ 3 നേരത്തെ ഭക്ഷണം ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ബെറ്റർ ഞാൻ ഈ പറഞ്ഞ പോലെ മെസ്സ് ഉണ്ടെങ്കിൽ അത് കുക്ക് ചെയ്ത് കഴിക്കൽ ബാച്ചിലേഴ്സിനെ സംബന്ധിച്ച് ഈസി ആണെങ്കിൽ ഓക്കെ. ബട്ട് എനിക്കത് അൺകംഫർട്ടബിൾ ആയിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് കേസ്. അപ്പോൾ ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കി തന്നു വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ
ഹെവൻ ഗൈസ്. അപ്പോൾ അതിനൊരു 400 ദിറംസ് പിടിക്കാം. പിന്നെ സിം കാർഡ് ഒബ്വിയസ്ലി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് തരുന്നുണ്ടെങ്കിൽ വേറെ സിം എടുക്കണ്ട, കാരണം റൂമിൽ വൈഫൈ ഉണ്ടാവും. സിമ്മിന് മന്ത്ലി റീചാർജ് ചെയ്യേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, സോറി. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ പ്ലാൻ ഏതാണോ 100 ദിറംസിൻ്റെ ആണെങ്കിൽ ഞാൻ 100 ദിറംസിൻ്റെ ഒരു പ്ലാൻ എടുക്കുക. അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പെട്ടുപോയാൽ അളിയാ വാ രക്ഷപ്പെടുത്ത് എന്ന് പറയാൻ വിളിക്കാൻ വേണ്ടി മാത്രം ഒരു ആക്റ്റീവ് നമ്പർ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഡൈനിങ് ഔട്ട്, എൻ്റർടൈൻമെൻറ്റ്, ഈ പരിപാടികൾക്കൊക്കെ വേണ്ടി ഞാൻ ബാച്ചിലറായിട്ട് വളരെ കുറവ് എമൗണ്ടേ പിടിച്ചിട്ടുള്ളൂ. കാരണം അപ്പോൾ ഞാൻ ഹൈ റെസ്റ്റോറൻറ്റിൽ പോകാറില്ല. ഞങ്ങൾ പോയി കഴിക്കുകയാണെങ്കിൽ തന്നെ വല്ല ചായയും വടയോ പരിപ്പ് വടയോ സ്നാക്സോ അങ്ങനത്തെ എന്തെങ്കിലേ കഴിക്കുള്ളൂ. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും, ഒരുമിച്ചായിരിക്കും കഴിക്കുക. ഏറ്റവും ലക്ഷറി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ഷവർമ അല്ലെങ്കിൽ ഒരു ചാർക്കോൾ. ബട്ട് ആ ഒരു ബാച്ചിലർ ലൈഫിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കണേക്കാൾ രസമാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ചൊരു ചായക്കടയിൽ പോയിരുന്ന് നാട്ടിലത്തെ കുറച്ച് കുറ്റവും കുറവും സന്തോഷവും സങ്കടവും പറഞ്ഞ് ഒരു കാപ്പിയും കുടിച്ച് ഒരു ഷവർമയും കഴിച്ചാൽ ഹെവൻ. അപ്പോൾ അതിന് വേണ്ടി ഒരു 200 ദിറംസ് മാറ്റി വയ്ക്കുക. ബാച്ചിലേഴ്സിന് നോക്കുകയാണെങ്കിൽ ഏകദേശം 2000 ദിറംസിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു മാസത്തെ ചിലവ് ഒതുക്കാൻ സാധിക്കും. അതായത് നാട്ടിലത്തെ 52,000 രൂപയുടെ അടുത്ത്. ഇതിൽ നിന്ന് കുറവും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ അക്കോമഡേഷൻ ഇപ്പോൾ ഒരു 700-ൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാൻ സാധിക്കും. മന്ത്ലി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പുറത്ത് പോയി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, അധികം സ്പെൻഡ് ചെയ്യുന്നില്ല, 200 ദിറംസിന് പകരം 100 ദിറംസേ അവിടെ ചിലവാക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ അവിടെ സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് കൂട്ടാനും സാധിക്കും കേട്ടോ. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി. കൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ദുബായിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 കാറ്റഗറി നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതല്ലാതെ വരുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം 1-ാം സ്ഥാനം എന്ന് പറയുന്നത് നാട്ടിലേക്ക് പൈസ അയക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശമ്പളം എത്ര കിട്ടിയാലും നാട്ടിലുള്ള ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ പ്രവാസികളും നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളൊരു എമൗണ്ട് മാറ്റി വെക്കേണ്ടി വരും. രണ്ടാമതായിട്ട് എമർജൻസി ഫണ്ട്, എന്തെങ്കിലും അത്യാവശ്യം, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് കേസോ മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് എവിടേക്കെങ്കിലും പൈസ മറക്കേണ്ടി വരികയോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 2 മാസത്തെ റെൻറ്റ് കൊടുക്കാനായിട്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ഈ ഫെസ്റ്റിവൽസ് പരിപാടികളൊക്കെ വരുമ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ടും ബാക്കി ഷോപ്പിംഗ് പരിപാടികൾക്കും വേണ്ടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെക്കേണ്ടി വരും. വെക്കേഷൻ പരിപാടികൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിലെ സ്റ്റെക്കേഷനൊക്കെ ഒരു 150 ദിറംസൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ എന്തായാലും വരും. ബട്ട് 150 മിനിമം വരെ ആയിരിക്കും സ്റ്റെക്കേഷൻ പരിപാടി. ഒരു പൂളൊക്കെ ഉള്ള ഒരു ഹോട്ടലിൽ പോയിട്ടൊന്ന് ചില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റാസൽ കൈമയ്ക്കോ മറ്റൊരു ട്രിപ്പ് പോകണം, റാസൽ കൈമയിലുള്ളവരാണെങ്കിൽ ദുബായിലേക്ക് ഒരു ട്രിപ്പ് വരണം, അല്ലെങ്കിൽ ബുർജ് ഖലീഫയുടെ 144-ാം നിലയുടെ മോളിൽ കയറി നിന്ന് ലോകത്തോട് ഹൗ ആർ യു ഗൈസ് എന്ന് ചോദിക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് എമൗണ്ട് മാറ്റി വെക്കേണ്ടി വരും. പിന്നെ എല്ലാ മാസവും എല്ലാ വർഷത്തിലൊരിക്കലെങ്കിലും നാട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ചിലപ്പോൾ അത് കമ്പനി തരും. അങ്ങനെയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ വരും. ചില കമ്പനികൾ 2 വർഷം കൂടുമ്പോഴേ ടിക്കറ്റ് കൊടുക്കുകയുള്ളേ. അപ്പോൾ എല്ലാ വർഷവും കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം. അത് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ വരും. പിന്നെ നാട്ടിലേക്ക് പോവുകയാണ്, എന്തെങ്കിലും സാധനങ്ങൾ നാട്ടിലുള്ളവർക്ക് വാങ്ങേണ്ടി വരിക. നമ്മുടെ ട്രഡീഷനാണ് വർഷങ്ങളായിട്ടുള്ളത്. അപ്പോൾ ആ ട്രഡീഷൻ നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉള്ള പൈസ മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ഫാമിലി ആയിട്ട് താമസിക്കുക, കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ കിഡ്സിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയരുത് കേട്ടോ, എഡ്യൂക്കേഷൻ അങ്ങനെയാണ് കറക്റ്റ് വാക്ക്. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. ഓരോരോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പൈസ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ളത് മാറ്റി വെക്കേണ്ടി വരും. പിന്നെ അവരുടെ യൂണിഫോം, മറ്റ് ആക്ടിവിറ്റീസ്, അതിനൊക്കെ നല്ല എമൗണ്ട് വരും. അത് സ്കൂൾ ടു സ്കൂൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചെറിയ എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെയുള്ള വണ്ടൻ സ്കൂളുകളുണ്ടെന്നാണ് എൻ്റെ അറിവ് ആക്ച്വലി. അപ്പോൾ അവരുടെ ഫീസ് വരും, യൂണിഫോം വരും, മറ്റേ ആക്ടിവിറ്റീസിൻ്റെ ഫീസ് വരും, പിന്നെ സ്കൂൾ ബസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് വരും. പിന്നെ ഫീസുകൾ ഒരുപാട് വരും ഗൈസ്, കുഞ്ഞുങ്ങളല്ലേ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ UAE അല്ലെങ്കിൽ ഏത് വിദേശ രാജ്യത്ത് വന്നതാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ വന്ന കാര്യം പൈസ ഉണ്ടാക്കുക, അതായത് പൈസ സേവ് ചെയ്യുക, പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടി ഉള്ളൊരു ഫണ്ട് നമ്മുടെ സാലറിയിൽ നിന്ന് മാറ്റി വെക്കേണ്ടി വരും. ഐഡിയൽ 10 to 20% എങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ് ഗൈസ്, സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. ദാറ്റ്സ് ഓൾ. പ്രിറ്റി മച്ച് എല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെ ഇനി വരാൻ പോകുന്നതെന്ന് പറയുന്നത് എൻ്റെ കാൽക്കുലേഷൻ തെറ്റാണ്, ഞാൻ പറഞ്ഞതൊക്കെ ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ് കുറച്ച് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇത് ആരെയും ദുബായിലേക്ക് വരണ്ടെന്ന് പറയാനോ ദുബായിലേക്ക് വരണമെന്ന് പറയാനോ വേണ്ടിയുള്ള വീഡിയോ അല്ല. വരുന്നവർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ ഇതിനെടുക്കുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്നതൊക്കെ ഉണ്ടാക്കുന്നത്, എനിക്ക് വേറെ ടീമോ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ കാൽക്കുലേഷനിൽ അവിടെ ഇവിടെയും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കുക ഗൈസ്.
ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ പറയുന്നതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ക്ഷമിക്കണ ആൾക്കാരായിരുന്നു നമ്മളുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആൾക്കാരുടെ ചിന്താഗതിയൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭൂ എന്ന് പറഞ്ഞും കൂടെ ഒരു വരവാണ്. ഞാനൊന്നത് ഫേസ് ചെയ്തിട്ടില്ല, എനിക്കത് ഫേസ് ചെയ്യാനും താല്പര്യമില്ല. അത് കാരണമാണ് ഞാനൊരു മുൻകൂർ ജാമ്യം ഇപ്പോഴേ എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ അടിവരയിട്ടൊരു കാര്യം കൂടി പറയാം. നാട്ടിൽ നിങ്ങളുടെ സിറ്റുവേഷൻ റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും വിദേശ രാജ്യത്ത് പോയി നോക്കുക, നിങ്ങളുടെ ലൈഫ് സെറ്റാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ബട്ട് അങ്ങനെ പോയി നോക്കുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് പോയി നോക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് അച്ഛനമ്മമാരുടെയെന്നോ റിലേറ്റീവ്സിൻ്റെയെന്നോ പൈസ കടം വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് അത് തീർന്ന് വീണ്ടും സങ്കടത്തിൽ നാട്ടിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. മറിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ പൈസ വെച്ച് വരിക, അത് തീരുമ്പോൾ തിരിച്ചു പോവുക, അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു ജോലി സെറ്റാക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാനും അങ്ങനെ ചെയ്തതാണ്. ദാറ്റ്സ് വൈ ഐ എം ടെല്ലിങ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. മറ്റൊരു ബൃഹത് ബ്രഹ്മാണ്ഡ പ്രൊജക്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ, ഗംഭീരമായ വീഡിയോസ് ഉണ്ടാക്കാനായിട്ട്. ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക്, ബട്ട് ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു പുട്ട് ഔട്ട് ദ ബെസ്റ്റ് കണ്ടന്റ് ടു യു ഗൈസ്. കലക്കിയില്ല ഡയലോഗ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗൈസ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ കേട്ടോ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ലവ് യു ഗൈസ്. കഴിഞ്ഞു, പോയിക്കോ.